ഗോപികൃഷ്ണൻ വിലാപയാത്ര അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ ഇതിനോടകം തന്നെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. ആ റോഡിൽ അവിടേക്ക് വരുന്ന വഴികളിലൊക്കെ ആൾക്കൂട്ടമുണ്ട്. അർജുന ഒരു നോക്ക് കാണാൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ കെ ആർ ഗോപികൃഷ്ണൻ? ഉന്മേഷ്, അങ്ങേയറ്റം വേദനയോടുകൂടിയാണ് കണ്ണാടിക്കൽ ജംഗ്ഷനിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ അർജുൻ ഏറ്റവും അധികം സജീവമായി, ചെറുപ്പക്കാരൻ നിലയിൽ ഏറ്റവും സജീവമായി അർജുൻ വീട്ടിലുണ്ടായിരുന്ന സമയങ്ങളിൽ ചെലവഴിച്ച ഒരു പ്രദേശമാണ് ഈ കണ്ണാടിക്കൽ ജംഗ്ഷൻ. കാരണം നാട്ടുകാരുടെ ആണെങ്കിലും വീട്ടുകാരുടെ പോലെ തന്നെ ഏത് ആവശ്യത്തിനും എല്ലാ സമയത്തും തയ്യാറായി നിന്ന ആളാണ് അർജുൻ. യുവജന സംഘടനയിൽ അർജുൻ പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല, നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോൾ ഏത് ഘട്ടത്തിലും സ്വയം സന്നദ്ധനായി അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അർജുൻ്റെ ചേതനേറ്റ ശരീരമാണ് ഇപ്പോൾ കണ്ണാടിക്കൽ അർജുൻ്റെ ജന്മനാട്ടിലേക്ക് തിരികെ എത്തുന്നത്. അപ്പോൾ അർജുൻ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എന്നത് വീട്ടുകാരുടെ മാത്രം നഷ്ടമല്ല, നാട്ടുകാരുടെ ആകെ ഒരു നഷ്ടമായി അത് മാറിയിരിക്കുന്നു. ആ ഒരു സങ്കടം, ആ ഒരു വേദന ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നാട്ടുകാരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്ര വലിയ ഒരു യാത്രയയപ്പ് എന്നത് നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള കാര്യമല്ല. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അർജുൻ എത്രത്തോളം നാട്ടുകാർക്ക് കൂടി പ്രിയപ്പെട്ടതായിരുന്നു എന്ന്. ഈ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ ഒരുപക്ഷെ അർജുനെ പോലെ ഒരു ചെറുപ്പക്കാരൻ സാധാരണ ഏതെങ്കിലും ഒരു സൗഹൃദ വലയത്തിന്റെ മാത്രം ഭാഗമായി നിന്നിരുന്നതല്ല. സ്വയം സന്നദ്ധനായി പല സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടി അർജുൻ ഭാഗമായിരുന്നു. അദ്ദേഹം ഒരു യുവജന സംഘടനയിൽ സജീവ പങ്കാളിയായിരുന്നു, ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നമുക്കറിയാം, പൊതിച്ചോർ വിതരണം പോലെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി അർജുൻ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനായ ഒരാളായി അർജുൻ മാറിയതിന് ഇതൊരു കാരണമാണ്. ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അർജുൻ വളരെ സജീവമായി നിന്നിരുന്ന അവരുടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിന് തൊട്ട് താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ അർജുൻ നാട്ടിൽ അവധിക്ക് വന്ന് ഇവിടെ നിന്നിരുന്ന സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതും ഇവിടെയായിരുന്നു. നമുക്കറിയാം, അർജുനെ സംബന്ധിച്ച് നാട്ടുകാരെല്ലാവരും പറയുക അർജുൻ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നാഥനാണ്, നെടുംതൂണാണ് എന്നൊക്കെ നമുക്ക് പറയാം. കാരണം കുടുംബത്തിൻ്റെ ഏത് ആവശ്യത്തിനും അർജുൻ എത്ര ദൂരത്താണെങ്കിലും ഒരു ഫോൺ വിളിക്കപ്പുറത്ത്, ഇപ്പോൾ അർജുൻ്റെ സഹോദരിമാരും മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഒരു ഫോൺ വിളിക്കപ്പുറത്ത് ഏത് ആവശ്യത്തിനും അർജുൻ അവർക്ക് അരികിലേക്ക് ഓടിയെത്തും, അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം, വളരെ ചെറിയ പ്രായത്തിൽ 16-ാം വയസ്സിൽ വളയം പിടിച്ച് തുടങ്ങിയതാണ് അർജുൻ്റെ ജീവിതം. അത് കഴിഞ്ഞ് 20-ാം വയസ്സാവുമ്പോഴേക്കും അർജുൻ വലിയ വാഹനങ്ങൾ ഓടിച്ചു തുടങ്ങി. അതെല്ലാം തന്നെ അർജുൻ കുടുംബം പുലർത്താൻ വേണ്ടിയായിരുന്നു നമുക്ക് പറയണം. കാരണം അച്ഛൻ ഒരു അപകടം പറ്റി വയ്യാതായതോടുകൂടി ജീവിതത്തിൽ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് നടത്തിയത് അർജുൻ ആയിരുന്നു. അങ്ങനെ അർജുൻ ഈ അവധിക്കാലത്ത് നാട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന ഇവിടെ ഈ കൂടുതൽ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അവർക്കൊപ്പം ആയിരുന്നു ചെലവഴിച്ചിരുന്നത്. ഇവിടെ അർജുൻ വൈകുന്നേരങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു. അർജുൻ ഈ പ്രവർത്തക സമിതി അംഗമായിരുന്നു. ഇത് ദീർഘകാലമായിട്ട് പ്രവർത്തന പരിചയമുള്ള ഒരു ക്ലബ്ബാണ്. 50 വർഷത്തിലേറെ പ്രവർത്തിച്ച് നിലവിൽ പ്രദേശത്ത് നിലനിന്ന ഒരു ക്ലബ്ബാണ്. ക്ലബിന്റെ പേരെന്താണ്? കർണാടിക്കൽ യുവജന ആർട്സ് ക്ലബ്ബ്, KVAC എന്ന് പറയും. കർണാടിക്കൽ യുവജന ആർട്സ് ക്ലബ്ബ്. അർജുൻ എന്താ പിന്നെ ഏത് സമയങ്ങളിലാണ് ഇവിടെ ഉണ്ടാവുക? അവൻ കുറച്ച് മുമ്പ് ജോലിയിൽ കയറുന്നതിന് മുമ്പെയാണ് ഉണ്ടായിരുന്നത്. ജോലി കയറിയതിന് ശേഷം ഇവിടെ പ്രവർത്തക സമിതി 5-6 വർഷം മുമ്പേ ഇതിന്റെ പ്രവർത്തക സമിതിന്റെ അംഗമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ DFIന്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു. പ്രദേശത്ത് നിറഞ്ഞു ഒരു സഖാവ് തന്നെയായിരുന്നു. ഇവിടെ ബാക്കി സ്പോർട്സ് ആൻഡ് ആർട്സ് ആണല്ലോ അല്ലേ? സ്പോർട്സ് ഇല്ല, സ്പോർട്സ് പിന്നീട് കൂട്ടിച്ചേർത്താണ്. ദീർഘകാലം ഇത് നാടകത്തിന്റെ വളരെ പ്രമുഖമായിട്ടുള്ളൊരു ക്ലബ്ബാണ്. ബാലനാടകങ്ങളിലൂടെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ലബ്ബാണിത്. അർജുൻ എന്തിലായിരുന്നു ഉണ്ടായിരുന്നത്? കലാസമിതി, കായികമുണ്ട്. കായികം യുവാക്കളുടെ ഒരു ക്ലബ്ബാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് കായികം ഉണ്ടാവും. വാർഷികങ്ങൾ നടത്താറുണ്ട്. ഇവിടെ പ്രദേശത്തെ ആകെ ഒരു ഉത്സവമായിട്ടാണ് നടത്താറ് വാർഷികങ്ങളൊക്കെ. അതെ. ഈ ജോലി കിട്ടിയ ശേഷം പിന്നെ എനിക്ക് തോന്നുന്നത് അർജുൻ ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ വരെ എത്താറുണ്ട്. പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മുമ്പേ സജീവമായിട്ട് ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ട് ഈ പ്രവർത്തക സമിതിയുടെ ഭാഗമാകാൻ പറ്റില്ല എന്ന് മാത്രം, അല്ലാത്തപ്പോഴൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ. എന്താണ് അർജുനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്താണ് താങ്കളുടെ പേരെന്താണ്? ഉമേഷ്. എന്താണ് തോന്നുന്നത്? ഞാൻ ഇവിടുത്തെ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇവിടെ 3-4 ബ്രാഞ്ച് ഉണ്ട്. അല്ല, അർജുനെ സംബന്ധിച്ച് അർജുന നാട്ടുകാർക്ക് മൊത്തത്തിലൊരു നഷ്ടമാണ്. കാരണം പ്രദേശത്തേക്ക് ഉണ്ടായിരുന്ന ഒരു സഖാവാണ്. അതേപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രദേശത്തെ ആളുകളെ രക്ഷിക്കാനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ സംഘടനയ്ക്കായാലും ക്ലബിനായാലും പൊതുപ്രസ്ഥാനത്തിനായാലും ഒക്കെ ഒരു നഷ്ടമാണ്. പ്രദേശത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ്.
ഉന്മേഷ്, ഇവിടെ ഈ യുവജന ആർട്സ് ക്ലബ്ബിലായിരുന്നു ഇപ്പൊ അർജുന് ജോലി കിട്ടുന്നതിന് മുമ്പേ ഇതിന്റെ പ്രവർത്തക സമിതിയിൽ അംഗമായിരുന്നു. ഇവരുടെ കലാപ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിരുന്നു, സജീവമായി പങ്കെടുത്തിരുന്നു. അതിനുശേഷം ജോലി കിട്ടി. ശരി, കെ ആർ ഗോപികൃഷ്ണൻ, ഏതായാലും ദൂരദേശങ്ങളിൽ അർജുൻ ആരായിരുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനക്കൂട്ടം, ഒപ്പം അവിടെയുള്ള ആളുകൾ അർജുനുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ പങ്കുവെക്കുകയായിരുന്നു.